മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം മാലിന്യമുക്തമാക്കാൻ ജനകീയ പങ്കാളിത്തമുള്ള ഇടപെടൽ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാർച്ച് 30 വരെ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ വിപുലമായ ശുചീകരണ പരിപാടികൾക്കാണ് സംസ്ഥാനത്ത് തുടക്കമായത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യമാലിന്യ ദിനത്തിൽ അവസാനിക്കുന്ന ക്യാമ്പയിനാണ് ആരംഭിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പുതിയ ശീലങ്ങളും രീതികളും അവലംബിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരുടെ സഹകരണം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അടുത്ത മാർച്ചോടുകൂടി, അത് 2025 മാർച്ചോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കി മാറ്റുക. അത്തരമൊരു ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെച്ചത് നമ്മുടെ സമൂഹത്തെ ഇക്കാര്യത്തിൽ വലിയ തോതിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. നാടാകെ, നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ആ ബോധത്തിലേക്ക് എത്തിച്ചേരണം. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെക്കുന്ന സമഗ്ര കൊട്ടാരക്കര പരിപാടിയുടെ ഉദ്ഘാടനവും പുലമൻതോടിന്റെ പുനർജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സുരക്ഷാ കിറ്റ് നൽകുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും ഹരിത ടൂറിസം കൈപ്പുസ്തക പ്രകാശനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം പുസ്തക പ്രകാശനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യ പ്രഭാഷണം നടത്തി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.